മണലൂർ വെങ്കിടങ്ങ് നിവാസികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമായി. ഏനാമാവ് കടവിൽ പാലം വരുന്നു. പാലം നിർമ്മിക്കുന്നതോടെ ഒരു നൂറ്റാണ്ടോളം ജനങ്ങളുടെ ആശ്രയമായിരുന്ന ഇവിടുത്തെ കടത്തുവള്ളം ഓർമ്മയാകും. പമ്മിയൊഴുകുന്ന കായലും തലോടിപ്പോകുന്ന മാരുതനും തിങ്ങി നിറഞ്ഞ കേരവൃക്ഷങ്ങളും സ്വസ്ഥമായ അന്തരീക്ഷവുമാണ് ഏനാമാവ് കടവ്. മണലൂർ വെങ്കിടങ്ങ് പഞ്ചായത്തുകളിലായി പരന്നൊഴുകുന്ന കായലിന്ന് വികസനത്തിന്റെ പാതയിലാണ്. നഗരത്തോളം ഗ്രാമങ്ങൾ വികസിച്ചിട്ടും ഇവിടത്തുകാരുടെ യാത്ര ഇപ്പോഴും കടത്തുവള്ളത്തിലാണ്. ഒരു നൂറ്റാണ്ടിലേറെയായി പ്രദേശവാസികൾ കടത്തുവള്ളം ഉപയോഗിച്ചു തുടങ്ങിയിട്ട്. കായലിന് കുറുകെ പാലം വരുന്നതോടെ ഈ കടത്തുവള്ളം ഓർമ്മയാകും. ഇരുകരകളെയും ഇണക്കിയിരുന്ന ഒരു വള്ളം മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു നാടിന്റെ ജീവനാടി കൂടിയായിരുന്നു ഇത്. വാഹനങ്ങൾ കുറവായിരുന്ന കാലത്ത് കടത്തുവള്ളമായിരുന്നു ഇവിടത്തുകാരുടെ ആശ്രയം. വാഹനങ്ങൾ പെരുകിയപ്പോൾ വള്ളത്തിൽ കയറുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വന്നതായി കടത്തുവള്ളത്തിന്റെ ഇപ്പോഴത്തെ അമരക്കാരൻ വാസുവേട്ടൻ പറഞ്ഞു. ഒരു വീട്ടിലൊരു പണിക്കാരുണ്ട്, അവനൊരു ബൈക്കുണ്ട്. അപ്പോൾ അവൻ ബൈക്കുമ്പോൾ അവൻ പോകുമ്പോൾ അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വഴിയിലുണ്ട്, അവൻ്റെ എടുത്തിട്ട് പോകും. അപ്പം അത്രയും സൗകര്യങ്ങൾ ഇന്നായിപ്പോൾ ബുദ്ധിമുട്ടാണ് മനുഷ്യനെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നത്. പ്രദേശവാസികളെ കൂടാതെ ഏനാമാവ് കായലിന്റെ ഭംഗി ആസ്വദിക്കാനെത്തുന്നവരും കടത്തുവള്ളത്തിൽ കയറി അവരുടെ ഉല്ലാസയാത്രയ്ക്ക് രസം പകരാറുണ്ട്. വെങ്കിടങ്ങ് പഞ്ചായത്തിനാണ് കടത്തിന്റെ ചുമതലയുള്ളത്. കടത്ത് പഞ്ചായത്ത് ഏറ്റെടുത്തതോടെ ടെൻഡർ വിളിച്ചാണ് ഇവിടെ വള്ളം പ്രവർത്തിക്കുന്നത്. ദിവസവും രാവിലെ 6 മുതൽ രാത്രി 8 വരെ കടത്ത് സജീവം. രണ്ട് ദേശങ്ങളിലെയും ഏതു കാര്യവും ഈ കടത്തുകാരനും വള്ളവും അറിയാതെ നടക്കാറില്ല. കാലവർഷത്തിൽ കരകവിഞ്ഞൊഴുകുമ്പോഴും ആഞ്ഞു വീശുന്ന കാറ്റിനെയും മല്ലിട്ട് യാത്രക്കാരെയും കൊണ്ട് കടത്തുവള്ളം യാത്ര തുടർന്നിരുന്നു. വള്ളത്തിലുള്ള യാത്ര സുരക്ഷിതമല്ലെന്നും മെച്ചപ്പെട്ട യാത്രാ സൗകര്യം ഒരുക്കണമെന്നുമുള്ള ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ചാണ് MP CN ജയദേവൻ ഇവിടെ പാലം പണിയുമെന്ന് പ്രഖ്യാപിച്ചത്. ഇരുചക്രവാഹനത്തിന് മാത്രം കയറാൻ കഴിയുന്ന തൂക്കുപാലമാണ് ഇവിടെ നിർമ്മിക്കുക. ഇതിനുള്ള നടപടികളും തുടങ്ങി. പാലം വരുന്നതോടെ തൊഴിൽ നഷ്ടപ്പെടുമെന്നറിഞ്ഞിട്ടും പാലം പണി ഉടനെ തുടങ്ങണമെന്നാണ് വാസുവേട്ടന്റെ ആവശ്യം. വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും കടലാസിലൊതുങ്ങാതെ ജനങ്ങളിൽ എത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. പാലം വരുമ്പോൾ ഏനാമാവ് കടവിന്റെ മുഖച്ഛായ തന്നെ മാറുമെന്നുറപ്പ്. ഗതകാല സ്മരണകളിലേക്ക് ഒരു കടത്തുവള്ളം കൂടി യാത്രയാവുകയാണ്. ഇരുകരകളിൽ നിന്നും കടത്തുവള്ളത്തിന് വേണ്ടിയുള്ള നീണ്ട കൂകിവിളി മാത്രം ബാക്കിയാക്കിക്കൊണ്ട്